Dear students, today we will start with this proposition 1.8. Let X be a compact space and suppose F is from X to Y is continuous and onto, then Y is compact. In other words, every continuous image of a compact space is compact. ഇപ്പോൾ ഇവിടെ എക്സ് കോമ്പാക്റ്റ് ആണ് തന്നിട്ടുണ്ട്. എഫ് എന്നുള്ളത് എക്സിൽ നിന്ന് വൈയിലേക്കുള്ളൊരു കണ്ടിന്യൂസ് ഓൺ ടു ഫംഗ്ഷനാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വൈയും കോമ്പാക്റ്റ് ആയിരിക്കും എന്നാണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ കാണുന്നത് ഇവിടുന്ന് നമ്മളൊരു ഓപ്പൻ കവർ എടുക്കും, അതിനൊരു ഫൈനൈറ്റ് സബ് കവർ ഉണ്ടെന്ന് കണ്ടാൽ മതി. സോ ലെറ്റ്സ് ലുക്ക് അറ്റ് ദ പ്രൂഫ്. ലെറ്റ് സ്ക്രിപ്റ്റ് വി ബി ആൻ ഓപ്പൺ കവർ ഓഫ് വൈ. ഓക്കെ, നമ്മൾ വൈൻ്റെ ഒരു ഓപ്പൺ കവർ കൺസിഡർ ചെയ്യും. Let script u equal to f inverse of v such that v is from script v. Okay, script v yൻ്റെ ഓപ്പൺ കവർ ആണ്. അപ്പോൾ ഇതിലുള്ള മെമ്പേഴ്സിൻ്റെ ഇൻവേഴ്സ് ഇമേജുകൾ, ആ ഇൻവേഴ്സ് ഇമേജുകളുടെ സെറ്റിനെ നമ്മൾ യു എന്നെടുക്കുകയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ സ്ക്രിപ്റ്റ് യു എന്നുള്ളത് എക്സിൻ്റെ ഒരു കവറായിരിക്കും. ഇത് മാത്രമല്ല, എഫ് കണ്ടിന്യൂസ് ആയതുകൊണ്ട് ഈ എഫ് ഇൻവേഴ്സ് വി ഓപ്പൺ ആണ്. സോ എഫ് ഇൻവേഴ്സ് വി ഓപ്പൺ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ സ്ക്രിപ്റ്റ് യു എന്ന് പറയുന്നത് ഒരു എക്സിൻ്റെ ഒരു ഓപ്പൺ കവർ ആയിരിക്കും. ഓക്കെ, നൗ സിൻസ് എക്സ് ഈസ് കോമ്പാക്റ്റ്, നമ്മൾ അസംഷനാണ് എക്സ് കോമ്പാക്റ്റ് ആയതുകൊണ്ട് അതിനൊരു ഫൈനൈറ്റ് സബ് കവർ ഉണ്ടാവും. സോ സേ എഫ് ഇൻവേഴ്സ് വി വൺ, എഫ് ഇൻവേഴ്സ് വി ടു എക്സെട്ര, എഫ് ഇൻവേഴ്സ് വി എൻ, വേർ വി വൺ വി ടു എക്സെട്ര വി എൻ ഇൻ സ്ക്രിപ്റ്റ് വി. സോ ഈ സെറ്റ് എന്ത് ചെയ്യും, എക്സിനെ കവർ ചെയ്യും. ഓക്കെ, ബട്ട് ദെൻ വി വൺ വി ടു എക്സെട്ര വി എൻ കവർ വൈ, കാരണം എന്താ, എഫ് ഈസ് ഓൺ ടു. ഓക്കെ, അപ്പോൾ നമ്മൾ സ്ക്രിപ്റ്റ് വി എന്ന് പറയുന്ന ഒരു ഓപ്പൺ കവർ എടുത്തു വൈൻ്റെ, നമുക്കെന്ത് കിട്ടി, അതിൻ്റെ ഒരു ഫൈനൈറ്റ് സബ് കവർ കിട്ടി. ഓക്കെ, അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, വൈ കോമ്പാക്റ്റ് ആണെന്ന് പറയാൻ പറ്റും. നെക്സ്റ്റ് ഒരു ഡെഫിനിഷനാണ്. A topological property is said to be preserved under continuous functions if whenever a space has it, so does every continuous image of it. That is, if f is from x to y is continuous and onto, and x has the given property, then so does y. ഒരു പ്രോപ്പർട്ടി പ്രിസർവ്ഡ് അണ്ടർ കണ്ടിന്യൂസ് ഫങ്ഷൻസ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ കണ്ടീഷൻ, ഒരു സ്പേസിന് ഒരു പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ സോ ഡസ് എവരി കണ്ടിന്യൂസ് ഇമേജ് ഓഫ് ഇറ്റ്, അതിൻ്റെ എല്ലാ കണ്ടിന്യൂസ് ഇമേജിനും ആ പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ നമുക്ക് എന്ന് പറയാൻ പറ്റും പ്രിസർവ്ഡ് അണ്ടർ കണ്ടിന്യൂസ് ഫങ്ഷൻസ് എന്ന് പറയാൻ പറ്റും. എന്ന് വെച്ചാൽ എഫ് എന്ന് പറയുന്നത് എക്സിൽ നിന്ന് വൈയിലേക്കൊരു ഫംഗ്ഷനാണ്. എക്സിനൊരു പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ ഇവിടെ എഫ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആൻഡ് ഓൺ ടു ആണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എക്സിനൊരു ടോപ്പോളജിക്കൽ പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ വൈ അതേ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും, പ്രിസർവ്ഡ് അണ്ടർ കണ്ടിന്യൂസ് ഫങ്ഷൻസ് എന്ന് പറയും. ഓക്കെ, ഇപ്പോൾ ഇതിനുള്ള എക്സാമ്പിളുകൾ ഈ ഒരു ഡെഫിനിഷന് ശേഷം ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങളതെല്ലാം റീഡ് ചെയ്യുക. അപ്പോൾ അത് ഓൾറെഡി നമ്മൾ ലാസ്റ്റ് റിസൾട്ട് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും കോമ്പാക്ട്നെസ് ഈസ് പ്രിസർവ്ഡ് അണ്ടർ കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് പറയാൻ പറ്റും. അതുപോലെ തന്നെ ദ പ്രോപ്പർട്ടി ഓഫ് ബീങ് എ ലിൻഡൽ ഓഫ് സ്പേസ് ഈസ് പ്രിസർവ്ഡ് അണ്ടർ കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് പറയാൻ പറ്റും. അതുപോലെ തന്നെ സെപ്പറബിലിറ്റി ഈസ് പ്രിസർവ്ഡ് അണ്ടർ കണ്ടിന്യൂസ് ഫംഗ്ഷൻ, ബട്ട് സെക്കൻഡ് കൗണ്ടബിലിറ്റി ഈസ് നോട്ട് പ്രിസർവ്ഡ് അണ്ടർ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. അപ്പോൾ ഇതിൻ്റെ ഒരു വെരിഫിക്കേഷനും ഈ ഒരു ഡെഫിനിഷന് ശേഷം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് വായിച്ചുകൊണ്ട് തന്നെ ഈ ഒരു പാർട്ടിൻ്റെ നോട്ട് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളൊരു പ്രൊപ്പോസിഷനാണ്. ഇഫ് എക്സ് ഈസ് എ കോമ്പാക്റ്റ് ഓർ ലിൻഡൽ ഓഫ് സ്പേസ് ആൻഡ് എ സബ്സെറ്റ് ഓഫ് എക്സ് ഈസ് ക്ലോസ്ഡ് ഇൻ എക്സ്, ദെൻ A in its relative topology is also compact respectively lindel of. X എന്ന് പറയുന്നത് ഒരു കോമ്പാക്ട് സ്പേസ് ആണ്, അതല്ലെങ്കിൽ ഒരു ലിൻഡൽ ഓഫ് സ്പേസ് ആണ്. എ എന്ന് പറയുന്നത് എക്സിൻ്റെ ഒരു ക്ലോസ്ഡ് സബ്സെറ്റാണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എയും കോമ്പാക്ട് സ്പേസ് ആയിരിക്കും ഇൻ ഇറ്റ്സ് റിലേറ്റീവ് ടോപ്പോളജി. ഇതാണ് നമുക്ക് കണ്ടത്, അല്ലെങ്കിൽ റെസ്പെക്റ്റീവ്ലി ലിൻഡൽ ഓഫ് സ്പേസ്. ഇതിൻ്റെ പ്രൂഫ് കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, എക്സ് കോമ്പാക്റ്റ് ആണ് നമുക്ക് കാണേണ്ടത്, എ കോമ്പാക്റ്റ് ആണെന്നാണ് കാണേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഓപ്പൺ കവർ എടുക്കുക, എന്നിട്ടൊരു ഫൈനൈറ്റ് സബ് കവർ ഉണ്ട് എന്ന് നമ്മൾ കാണിച്ചാൽ മതി. ഓക്കെ, സോ പ്രൂഫ്, സപ്പോസ് എക്സ് ഈസ് കോമ്പാക്റ്റ് ആൻഡ് എ സബ്സെറ്റ് ഓഫ് എക്സ് ഈസ് ക്ലോസ്ഡ്. നൗ ലെറ്റ് സ്ക്രിപ്റ്റ് യു ബി ആൻ ഓപ്പൺ കവർ ഓഫ് എ ഇൻ ദ റിലേറ്റീവ് ടോപ്പോളജി ഓൺ എ. ഓക്കെ, now for each u belongs to script u,
ഫിക്സ് ആൻഡ് ഓപ്പൺ സെറ്റ് വി ഓഫ് യു ഇൻ എക്സ്. നമ്മൾ ഇവിടെ നമുക്കൊരു ഫാമിലി ഉണ്ട് സ്ക്രിപ്റ്റ് യു എന്ന് പറയുന്നത്. അപ്പോൾ അതിലുള്ള ഓരോ യുക്കും ഓക്കെ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു എക്സിൽ നിന്ന് നമ്മളൊരു വി ഓഫ് യു ഫിക്സ് ചെയ്യും. സച്ച് ദാറ്റ് എന്താണ് കണ്ടീഷൻ, എ ഇൻ്റർസെക്ഷൻ വി ഓഫ് യു ഈക്വൽ ടു യു ആവുന്ന രൂപത്തിലുള്ള വി ഓഫ് യുകൾ നമ്മൾ എക്സിൽ നിന്നും കാണും. അപ്പോൾ അതിൻ്റെ ഒരു ഫാമിലി അതിനെ നമ്മൾ സ്ക്രിപ്റ്റ് വി എന്നെടുക്കും. സച്ച് ദാറ്റ് വി ഓഫ് യു where u belongs to script u union x minus a. ഇത് ഈ ഒരു സെറ്റും കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ ഫാമിലി പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതെന്ത് എക്സിൻ്റെ ഒരു ഓപ്പൺ കവർ ആയിരിക്കും. എക്സ് കോമ്പാക്റ്റ് ആയതുകൊണ്ട് ഒരു ഫൈനൈറ്റ് സബ് കവർ ഉണ്ടാവും. അത് നമ്മൾ എന്തെടുത്തു, വി ഓഫ് യു വൺ, വി ഓഫ് യു ടു എക്സെട്ര വി ഓഫ് യു എന്നെടുത്തു. ഓക്കെ, ഇതിൻ്റെ കൂടെ ചിലപ്പോൾ എക്സ് മൈനസ് എയും ഉണ്ടാവും ആൻഡ് പോസിബിളി എക്സ് മൈനസ് എ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കെന്ത് പറയാൻ പറ്റും, ഈ u1 u2 un എന്ന് പറയുന്ന ഈ സെറ്റ് കവേഴ്സ് എ ആൻഡ് ഈസ് എ ഫൈനൽ സബ് കവർ ഓഫ് സ്ക്രിപ്റ്റ് യു എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഷോസ് ദാറ്റ് എ ഇൻ റിലേറ്റീവ് ടോപ്പോളജീസ് കോമ്പാക്ട് എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ലിൻഡലോഫിൻ്റെ കേസിലും പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഒരു ഡെഫിനിഷനാണ്, എ ടോപ്പോളജിക്കൽ പ്രോപ്പർട്ടി സെറ്റ് ടു ബി വീക്ക്ലി ഹെറിഡിറ്ററി ഇഫ് whenever a space has it, so does every closed subspace of it. നമ്മൾ നേരത്തെ ഹെറിഡിറ്ററി പ്രോപ്പർട്ടി ഡിസ്കസ് ചെയ്തിട്ടുണ്ടാകും അല്ലേ, എന്തായിരുന്നു, whenever a space has a property so does every subspace of it എന്നുള്ളതാണ്. അപ്പോൾ അതേപോലെ ഇവിടെ ഇത് നമ്മൾ ഡിഫറൻസ് നോക്കുക, ഇവിടെ whenever a space has it so does every closed subspace of it, അപ്പോൾ വീക്ക്ലി ഹെറിഡിറ്ററി പ്രോപ്പർട്ടി എന്നുള്ളത്. ഓക്കെ, ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ് കോമ്പാക്ട്നെസ് ആൻഡ് ലിൻഡലോഫ് പ്രോപ്പർട്ടി ആർ വീക്ക്ലി ഹെറിഡിറ്ററി പ്രോപ്പർട്ടി നമുക്ക് പറയാൻ പറ്റും. നമ്മൾ ലാസ്റ്റ് റിസൾട്ട് വെച്ചിട്ട് ഇത് പറയാൻ പറ്റും. അപ്പോൾ അതിനുശേഷം കുറച്ച് റിമാർക്സ് തന്നിട്ടുണ്ട്. നിങ്ങൾ ഈ 1.11 ശേഷം ഉള്ള ടെക്സ്റ്റിലുള്ള ആ പാർട്ട് റീഡ് ചെയ്തിട്ട് എൻ്റെ നോട്ട് പ്രിപ്പയർ ചെയ്യണം. ഇവിടെ പറയുന്നത് ദ പ്രൊഡക്റ്റ് ഓഫ് ടു ലിൻഡലോഫ് സ്പേസസ് നീഡ് നോട്ട് ബി ലിൻഡലോഫ് സിൻസ് ആർ ക്രോസ് ആർ വിത്ത് ദ പ്രൊഡക്റ്റ് ടോപ്പോളജി ഇൻഡ്യൂസ്ഡ് ബൈ ദ സെമി ഓപ്പൺ ഇൻ്റർവൽ ടോപ്പോളജി ഓൺ ഈച്ച് ഫാക്ടർ ഇസ് നോട്ട് ലിൻഡലോഫ്. അതുപോലെ തന്നെ ദ പ്രൊഡക്റ്റ് ഓഫ് എനി കളക്ഷൻ ഓഫ് കോമ്പാക്ട് സ്പേസ് ഈസ് കോമ്പാക്ട്. നെക്സ്റ്റ് ഡെഫിനിഷൻ, ലെറ്റ് x be a space and x belongs to x, small x belongs to capital X, then a local base at small x is a collection scriptal of neighborhoods of small x such that given any neighborhood n of x there exists L belongs to script L satisfying L subset of n. x എന്ന് പറയുന്നൊരു ടോപ്പോളജിക്കൽ സ്പേസ്, സ്മോൾ എക്സ് അതിലുള്ളൊരു പോയിൻ്റ് ആണ്. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലോക്കൽ ബേസ് അറ്റ് എക്സ് എന്ന് പറയുന്നത് ഒരു കലക്ഷനാണ്. ആ കലക്ഷൻ നമ്മൾ സ്ക്രിപ്റ്റ് എൽ എന്നുള്ളതാണ് ഡിനോട്ട് ചെയ്യുന്നത്. ആ നെയ്ബർഹുഡ് എക്സിൻ്റെ നെയ്ബർഹുഡുകളുടെ ഒരു കലക്ഷനാണ്. സച്ച് ദാറ്റ് നമ്മൾ എക്സിൻ്റെ ഏതൊരു നെയ്ബർഹുഡ് എടുക്കുകയാണെങ്കിലും ഇങ്ങനെയുള്ള ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുക എന്ന് വെച്ചാൽ നമുക്കതിന് കറസ്പോണ്ടിങ് ഒരു എല്ല് ഈ ഒരു സ്ക്രിപ്റ്റ് എല്ലിൽ നിന്നുണ്ടാവും. സച്ച് ദാറ്റ് ആ എല്ല് ഈ എന്നിൻ്റെ ഒരു സബ്സെറ്റ് ആയിരിക്കും, ആ രൂപത്തിലൊരു എല്ല് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ കലക്ഷനെ ലോക്കൽ ബേസ് അറ്റ് എക്സ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ദ കലക്ഷൻ ഓഫ് ഓൾ ഓപ്പൺ നെയ്ബർഹുഡ്സ് ഓഫ് എ പോയിന്റ് ഈസ് എ ലോക്കൽ ബേസ് അറ്റ് ദാറ്റ് പോയിന്റ്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഇഫ് എക്സ് ഈസ് എ മെട്രിക് സ്പേസ് ദെൻ ദ കലക്ഷൻ ഓഫ് ഓൾ ഓപ്പൺ ബോൾസ്, അതുപോലെ തന്നെ ക്ലോസ്ഡ് ബോൾസും സെൻറ്റേഡ് അറ്റ് എ പോയിന്റ് കോൺസ്റ്റിറ്റ്യൂട്ട്സ് എ ലോക്കൽ ബേസ് അറ്റ് ദാറ്റ് പോയിന്റ്. ഓക്കെ, നെക്സ്റ്റ് ഡെഫിനിഷൻ, a space is said to be first countable at a point if there exists a countable local base at that point. ഒരു സ്പേസ് ഒരു പോയിന്റിൽ ഫസ്റ്റ് കൗണ്ടബിൾ ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ എന്താണ്, ഇഫ് ദർ എക്സിസ്റ്റ് എ കൗണ്ടബിൾ ലോക്കൽ ബേസ് അറ്റ് ദാറ്റ് പോയിന്റ്, ആ ഒരു പോയിന്റിൽ കൗണ്ടബിൾ ലോക്കൽ ബേസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആ സ്പേസ് ഫസ്റ്റ് കൗണ്ടബിൾ അറ്റ് എ പോയിന്റ് എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് ഡെഫിനിഷൻ, a space is said to be first countable or to satisfy the first axiom of countability if it is first countable at each point. ആ സ്പേസിൽ ഓരോ പോയിന്റ് എടുക്കുകയാണെങ്കിലും എന്തായിരിക്കണം, അത് ഫസ്റ്റ് കൗണ്ടബിൾ ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ ഓൾ മെട്രിക് സ്പേസസ് ആർ ഫസ്റ്റ് കൗണ്ടബിൾ. ഓക്കെ, നെക്സ്റ്റ് പ്രൊപ്പോസിഷൻ 1.15, എവറി സെക്കൻഡ് കൗണ്ടബിൾ സ്പേസ് ഈസ് ഫസ്റ്റ് കൗണ്ടബിൾ. സെക്കൻഡ് കൗണ്ടബിൾ എന്താണെന്ന് നമുക്കറിയാം, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്.
അതായത് അതിൻ്റെ ടോപ്പോളജിക്ക് ഒരു കൗണ്ടബിൾ ബേസ് ഉണ്ടാവും. സോ എവറി സെക്കൻഡ് കൗണ്ടബിൾ സ്പേസ് ഈസ് ഫസ്റ്റ് കൗണ്ടബിൾ എന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. ഓക്കെ, സോ പ്രൂഫ് ലെറ്റ് എക്സ് ബി എ സെക്കൻഡ് കൗണ്ടബിൾ സ്പേസ് ആൻഡ് എക്സ് ബിലോങ്സ് ടു എക്സ്. ഈ എക്സ് ഒരു സെക്കൻഡ് കൗണ്ടബിൾ സ്പേസ് ആണ് നമ്മളെടുത്തു. എക്സിലുള്ള ഒരു എലമെൻ്റാണ് സ്മോൾ എക്സ് എന്നെടുത്തു. സപ്പോസ് സ്ക്രിപ്റ്റ് ബി ഈസ് എ കൗണ്ടബിൾ ബേസ് ഫോർ എക്സ്. എക്സ് സെക്കൻഡ് കൗണ്ടബിൾ ആണെങ്കിൽ നമുക്കൊരു കൗണ്ടബിൾ ബേസ് ഉണ്ടാവും, അത് നമ്മൾ സ്ക്രിപ്റ്റ് ബി എന്നെടുക്കുകയാണ്. നൗ ലെറ്റ് സ്ക്രിപ്റ്റ് എൽ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ബി ഇൻ സ്ക്രിപ്റ്റ് ബി സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ബി. ഓക്കെ, നമുക്കിവിടെ ഒരു കൗണ്ടബിൾ ബേസ് ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്ന ഈ എക്സ് ആർബിട്രറി പോയിൻ്റാണ്, എക്സ് ബിലോങ്സ് ടു എക്സ്. അപ്പോൾ എക്സ് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന ബിയിലുള്ള എല്ലാ എലമെൻസുകളും അതാണ് നമ്മൾ സ്ക്രിപ്റ്റ് എല്ലായിട്ട് എടുക്കുന്നത്. സ്ക്രിപ്റ്റ് എൽ ഈക്വൽ ടു ബി ബിലോങ്സ് ടു ബി സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ബി. അപ്പോൾ നമ്മൾ എടുക്കുന്നത് ഇതിൽ നിന്നാണ്. ഇത് കൗണ്ടബിൾ ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഈ സ്ക്രിപ്റ്റ് എല്ലും എന്തായിരിക്കും, കൗണ്ടബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് കാണേണ്ടത് എന്താണ്, ഇറ്റ് ഈസ് എ ലോക്കൽ ബേസ് അറ്റ് എക്സ് എന്നാണ്. കൗണ്ടബിൾ ലോക്കൽ ബേസ് ഉണ്ട് നമ്മളാണ് കാണിക്കേണ്ടത് ഫസ്റ്റ് കൗണ്ടബിലിറ്റിക്ക്. അപ്പോൾ ഇവിടെ നമ്മൾ ഇത് കൗണ്ടബിളാണെന്ന് നമുക്ക് കണ്ടു. നമുക്ക് റിമൈനിങ് പാർട്ട് ഈ ഒരു ഫാമിലിയിലൊരു ലോക്കൽ ബേസ് അറ്റ് എക്സ് എന്ന് കാണണം. ഓക്കെ, ഫോർ ദിസ് ലെറ്റ് എൻ ബി എ നെയ്ബർഹുഡ് ഓഫ് എക്സ്. നമ്മൾ എക്സിൻ്റെ ഒരു നെയ്ബർഹുഡാണ് എൻ എന്നെടുത്തു. അങ്ങനെയാണെങ്കിൽ ഈ ലോക്കൽ ബേസിൻ്റെ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുമോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നെയ്ബർഹുഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ദർ എക്സിസ്റ്റ് എൻ ഓപ്പൺ സെറ്റ് വി സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു വി സബ്സെറ്റ് ഓഫ് എൻ. ഈ രൂപത്തിലൊരു വി നമുക്കുണ്ടാവും, ഒരു ഓപ്പൺ വി ഉണ്ടാവും. ഇനി നമ്മൾ ഫോർത്ത് ചാപ്റ്ററിലെ ഒരു റിസൾട്ട്, നമ്മൾ ബേസിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞതിന് ശേഷം പറഞ്ഞ ഒരു റിസൾട്ട് ഉണ്ട്. ഒരു ഫാമിലി ബേസ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മളൊരു റിസൾട്ട് പറഞ്ഞിട്ടുണ്ട്. ആൻ ഓപ്പൺ സെറ്റ് കണ്ടെയ്നിങ് സ്മോൾ എക്സ്, ദർ എക്സിസ്റ്റ് എ ബേസ് എലമെൻറ്റ് ബി ഇൻ സ്ക്രിപ്റ്റ് ബി സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ബി സബ്സെറ്റ് ഓഫ് ദാറ്റ് ഓപ്പൺ സെറ്റ് എന്നുള്ള റിസൾട്ട്. അപ്പോൾ അതിവിടെ നമ്മൾ യൂസ് ചെയ്യണം. ഇവിടെ നമ്മൾ ഓപ്പൺ സെറ്റ് എന്നുള്ള വി ആണ്. സോ ബേസ് ആയതുകൊണ്ട് ദർ എക്സിസ്റ്റ് ബി ബിലോങ്സ് ടു സ്ക്രിപ്റ്റ് ബി സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ബി സബ്സെറ്റ് ഓഫ് വി എന്നുണ്ട്. വി എന്നുള്ളത് എന്തിൻ്റെ സബ്സെറ്റാണ്, എന്നിൻ്റെ സബ്സെറ്റാണ്. ഓക്കെ, നമ്മൾ എൽ എന്നെടുത്തുള്ളത് ഈ ബിയിലുള്ള സ്ക്രിപ്റ്റ് ബിയിലുള്ള ബികളാണ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ബി. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടി എക്സ് ബിലോങ്സ് ടു ബി. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തെങ്കിലുണ്ടാവും ആൻഡ് വി സബ്സെറ്റ് ഓഫ് എൻ. ഓക്കെ, സോ ബി സബ്സെറ്റ് ഓഫ് എൻ കിട്ടി, എക്സ് ബിലോങ്സ് ടു ബി എന്ന് കിട്ടി. അപ്പോൾ നമ്മളുടെ ഈ സ്ക്രിപ്റ്റ് എൽ എന്നുള്ളത് ഒരു ലോക്കൽ ബേസ് ആണ് നമ്മൾ കണ്ടു, അതിൻ്റെ ഡെഫിനിഷനാണത്. ഓക്കെ, ബട്ട് ബി ബിലോങ്സ് ടു എൽ ഷോയിങ് ദാറ്റ് എൽ ഈസ് എ ലോക്കൽ ബേസ് അറ്റ് എക്സ് എന്നുള്ളതാണ്. ഓക്കെ, so this completes the proof. Now we have a remark. First countable space need not be second countable. നേരത്തെ പറഞ്ഞതിൻ്റെ കോൺവേഴ്സ് ട്രൂ അല്ല എന്നുള്ള അതിനുള്ളൊരു എക്സാമ്പിൾ ടെക്സ്റ്റിൽ തന്നിട്ട് നിങ്ങളത് റീഡ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ നോട്ട് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, so let's stop here today. Okay, thank you.